ഇവിടെ കാര്യമായിട്ടൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അണ്ടർ പാസ് കൊടുത്തില്ല. ഇവിടുത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ 2 വരി പാതയും പിന്നെ അതുകൂടാതെ ഒരു 6 മീറ്റർ സർവീസ് റോഡും അതൊക്കെ അവിടെ വേണം. അവിടെ ഒരു സെറ്റപ്പ് വർക്കാണ്. പൈലിങ് 2 പൈലിങ് മെഷീനൊക്കെ കണ്ടിട്ട് അവിടെ വർക്ക് എടുക്കുന്നത്. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും വലിയ പോരായ്മ അതാട്ടോ ഈ കാണുന്ന ഈ ഏരിയയിൽ ആ വൈറ്റ് കാർ നിൽക്കുന്ന ഒരു ഏരിയയിൽ അണ്ടർ പാസ് എന്താ വെച്ചാൽ 2 ജംഗ്ഷനാണ്. സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞങ്ങളത് നമ്മുടെ കോരപ്പുഴ ബ്രിഡ്ജിൻ്റെ മുകളിലാട്ടോ. നമ്മുടെ NH-66 കോഴിക്കോട് ഭാഗത്തെ വർക്കിൽ KMCൻ്റെ വർക്ക് ഒരു 3-4 ഭാഗത്താണ് വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കേട്ടോ. ഒന്ന് നമ്മുടെ കോരപ്പുഴ, അതുപോലെ പുറക്കാട്ടിരി, പിന്നെ അടുത്തത് നമ്മുടെ ഹൈലൈറ്റ് ഭാഗത്ത്, അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ, പിന്നെ അറപ്പുണ്ട്. അങ്ങനെയുള്ള പല ഭാഗങ്ങളിലായിട്ടാണ് ഇപ്പം വർക്കുകളൊക്കെ നടക്കുന്നത്. ചില ഭാഗങ്ങളിൽ പണിക്കാരൊന്നും കാണില്ല കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പം ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് കോരപ്പുഴ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ അങ്ങോട്ട് തുടങ്ങാം. കോരപ്പുഴ ഭാഗത്ത് നമ്മുടെ 3ാമത്തെ പാലത്തിൻ്റെ വർക്ക്, ഈ ഭാഗത്ത് നമ്മുടെ ഫുട്പാത്തുകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ബോക്സ് ഗാർഡർ എടുത്ത് വെക്കുന്ന ജോലി കേട്ടോ. നമ്മുടെ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ അതിനുവേണ്ടി ബോക്സ് ഗാർഡറൊക്കെ അത് ആ ഭാഗത്തൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. പൂനെയിൽ നിന്ന് കൊണ്ടുവന്ന. ഇവിടെ ഇന്ന് പണിക്കാരെ കാണുന്നില്ല. ഇവിടെ ബംഗാളികളാണോ കൂടുതൽ പണിക്ക്? ബംഗാളിൽ വോട്ട് ചെയ്യാൻ പോയോ? അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ റോഡിൻ്റെ മുകളിൽ ചെറിയൊരു കാഴ്ച ഉണ്ട് കേട്ടോ. നമ്മളെ പുതിയ 6 വരിപ്പാതൻ്റെ മുകളിലൊരു കാഴ്ച ഉണ്ട്. അതായത് ആളുകൾ ലോറിയിൽ പോകുന്ന ആളുകളാണെന്ന് തോന്നുന്നു. വേസ്റ്റുകൾ, ചാക്കുള്ള വേസ്റ്റുകൾ കംപ്ലീറ്റ് ആ റോഡിൻ്റെ നടുക്ക് അവിടെ ഫുള്ള് കുറേ അവിടെ തട്ടിയിട്ട് കേട്ടോ. ചാക്ക് ഇവർ ഓരോ ഭാഗത്ത് പോയിട്ട് ഒഴിവാക്കിയതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ഭാഗത്തേക്കായിട്ട് അങ്ങനെ കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നല്ല പരിപാടിയാണ്. നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. വണ്ടി പോണ ആളുകൾ അവിടെ തട്ടി അങ്ങോട്ട് പോവുക. ഒരു താമസമൊക്കെ വേറെ സ്ഥലത്തല്ലേ. റോഡുമ്മ കൂടി പോകുന്ന ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ കോരപ്പുഴ വർക്ക്, ഇതിൻ്റെ മുകളിലേക്ക് ഇനി ബോക്സ് ഗാർഡർ എടുത്ത് വെക്കാൻ നമ്മുടെ കോരപ്പുഴ നമ്മുടെ പുറക്കാട്ടിരി ഭാഗത്തു നിന്നുള്ള ക്രെയിനുകളൊക്കെ അങ്ങോട്ട് വരണം. അവിടെയാണ് ഇപ്പം ബോക്സ് ഗാർഡർ എടുത്ത് വെക്കുന്നത്. അവിടെ എന്താ വർക്ക് എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. കോരപ്പുഴ ഭാഗത്ത് ഇപ്പോൾ കാണുന്ന കാഴ്ച, വർക്കുകളൊന്നും ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ 3ാമത്തെ പാലത്തിൻ്റെ ഈ സെറ്റപ്പ് വർക്കാണ്. 500 മീറ്ററോളം നീളമുള്ള നമ്മുടെ കോരപ്പുഴ ബ്രിഡ്ജ് ഒരു ഭാഗം, പുതിയ പാലം, 6 വരിപ്പാതൻ്റെ വർക്കൊക്കെ, ഒരു പാലത്തിൻ്റെ വർക്കൊക്കെ ഫുള്ള് ഫിനിഷായി. വാഹനങ്ങളിപ്പോൾ 2 ഭാഗത്തേക്കുള്ളത് ഇതിൻ്റെ മുകളിൽ കൂടി തന്നെ പോകുന്നത് കേട്ടോ. 2 വരിപ്പാത ഇങ്ങോട്ടും, 1 വരിപ്പാത അങ്ങോട്ടായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നപ്പം ഇവിടെയും നിശബ്ദമായി കിടക്കുന്ന കാഴ്ചയായിട്ടാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ബോക്സ് ഗാർഡർ. ബോക്സ് ഗാർഡറിൻ്റെ സംഭവം ജോയിൻ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രീ ട്രസ്സിങ് കമ്പി ഇടുന്ന ജോലികളൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അവിടെ സംഭവമൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുള്ളൂ, ലെവലാക്കിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കമ്പികൾ ഇട്ടിട്ട് കേബിൾ ഇട്ട് ടൈറ്റ് ആക്കാനൊക്കെ ഉണ്ട്. എന്താ പണിയൊക്കെ നിർത്തി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ പുറക്കാട്ടിരി ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ അതുപോലെ തന്നെ സൈലൻ്റ് ആട്ടോ. ഏതായാലും ഇവിടെ ഏത് ഭാഗത്താണ് ഒരു വർക്ക് വെച്ച് നിർത്തി വെച്ചിരിക്കുന്നത് നോക്കാം നമുക്ക്. ഇവിടെ നമ്മുടെ ക്രെയിനുകളൊക്കെ റെസ്റ്റിലാണ്. ഈ ട്രാക്കിലൂടെയാണ് നമ്മുടെ ഈ ബോക്സ് ഗാർഡർ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് അങ്ങനെ പോകുന്നത്. ട്രാക്കും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. ഇവിടുത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കോരപ്പുഴ ഭാഗത്തെ വർക്ക് നടക്കുകയുള്ളൂ കേട്ടോ. അവരോട് ചോദിച്ചപ്പോൾ പണിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. സംഭവം ചെറിയതോ സാങ്കേതിക കാരണമാണ്. പണിക്കാരവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഏതായാലും പണി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ എടുത്ത് വെച്ച 2 ബോക്സ് ഗാർഡർ. ഇനി ഒന്നും കൂടി ഇവിടെ എടുത്ത് വെക്കാനുണ്ട്. ഒന്ന് താൽക്കാലികമായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് ആ ബോക്സിൻ്റെ മുകളിലേക്ക് നീക്കാനുള്ള കേട്ടോ. ഒന്ന് ഇതിൻ്റെ മുകളിലും ഒന്ന് അതിൻ്റെ മുകളിൽ, അങ്ങനെ 3 എണ്ണം. ഒരു സ്പാനിൽ 3 ഗാർഡർ, ബോക്സ് ഗാർഡർ.
ഇതാട്ടോ, വേറെ എന്തോ ഇതിൻ്റെ മാതിരി ഉണ്ടല്ലേ. ഇതിൻ്റെ മുകളിൽ ഇനി സ്ലാബ് വരാളാണ്. റെഡിമെയ്ഡ് സ്ലാബ് ആദ്യം വെക്കും, പിന്നെ അതിൻ്റെ മുകളിലാണ് സ്ലാബ് വാർക്ക് കേട്ടോ. റെഡിമെയ്ഡ് സ്ലാബുകൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ബോക്സ് ഗാർഡറിൻ്റെ സിസ്റ്റം. അങ്ങനെ ഇനി ഏകദേശം ഒരു 13 കൂടി എടുത്ത് വെക്കാണ്ട്. 2, 3, 4, 5 യെസ് 13, 1, 2 ബാക്കി 4 ഭാഗം കൂടി വെക്കാണ്ട്, ഇവിടെ ഒന്നും കൂടി വെക്കാണ്ട്. അതായത് ഇത് കാൻട്രി ക്രെയിനൊക്കെ റെസ്റ്റിലാട്ടോ. മറ്റേ ക്രെയിൻ അതാ അവിടെ റെസ്റ്റ് എടുക്കുന്നു. ഇതെല്ലാം റെസ്റ്റിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വർക്കിൻ്റെ കാഴ്ചകളായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത അപ്ഡേഷൻ എവിടെ നിന്ന് പോയി നോക്കാം. വർക്ക് നടക്കാതെ നമ്മളിങ്ങനെ വർക്കിൻ്റെ കാഴ്ചകൾ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ഹൈലൈറ്റ് ഇപ്പോൾ കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. എന്നാലും അവിടെ പൈലിങ്ങൊക്കെ നടക്കുന്ന കാഴ്ചകളും ഒക്കെ ഇതിൽ കൊള്ളിക്കാം. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ ഏക ഒരു സ്പീഡ് മീറ്ററാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ മുഖവൂർ ഭാഗത്താണ്. അത് നമ്മുടെ സ്പീഡ് എത്ര ഉണ്ടെന്നുള്ളത് അവരുടെ വണ്ടിയിൽ നോക്കുന്നത് പോലെ തന്നെ ഇവിടെയും അത് റെക്കോർഡ് ചെയ്യപ്പെടും. റെക്കോർഡ് ചെയ്ത് ഒരു സ്പീഡ് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊക്കെ ഈ കാറുകളൊക്കെ ഒരു സേഫ് സോണിലാണ്. 82, ഇവിടെ 100 തോന്നുന്നു അല്ലേ. നമുക്ക് ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നോക്കാം. യെസ് 100. അപ്പോൾ ഇവിടെ 100 കിലോമീറ്റർ സ്പീഡ് കൂടുതൽ പോയാലാണ് ഈ റെഡ് ലൈറ്റ് ആവുക കേട്ടോ. അതുവരെ ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റാണ് കത്തുന്നത്. ഇവിടെ ആയിരുന്നു നമ്മുടെ മലാപ്പറമ്പ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ. അതൊക്കെ ഏകദേശം ഫുൾ ഫിനിഷിംഗ് ആണ്. ആ ഭാഗമൊക്കെ ഇവിടെയൊക്കെ ഓപ്പൺ ആയിരുന്നു കേട്ടോ. ഈ കാണുന്നതൊക്കെ അതുപോലെ അവിടെ ഓപ്പൺ ആയിരുന്നു. അതൊക്കെ പിന്നെ അപ്പുറം അതൊക്കെ അവർ കോൺക്രീറ്റ് ചെയ്ത് അടച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ അവിടെ ആ ഭാഗത്ത് ലൈൻ ഇടൽ വരെ കഴിഞ്ഞു. അല്ല, കാശ്മീരിൻ്റെ മുകളിൽ ആ പെയിൻ്റ് അടിക്കൽ വരെ കഴിഞ്ഞു. ഇവിടെ ഇനി ബ്ലാക്ക് അടിക്കാനുണ്ട്. ഏതായാലും ഇവിടെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഉഷാറാട്ടോ. ഇത് പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തില്ല. ഒരു അണ്ടർപാസിൻ്റെ പോരായ്മ നമ്മുടെ NH66 നല്ല ഹൈറ്റുള്ളൊരു ഏരിയ ആയിരുന്നു. പക്ഷേ ഇവിടെ അണ്ടർപാസ് കൊടുത്തില്ല. അതാണ് ഇവിടുത്തെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും വലിയ പോരായ്മ അതാട്ടോ. ഈ കാണുന്ന ഈ ഏരിയയിൽ ആ വൈറ്റ് കാർ നിൽക്കുന്ന ഒരു ഏരിയയിൽ അണ്ടർപാസ് എന്താ വെച്ചാൽ 2 ജംഗ്ഷനാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ വരുമായിരിക്കില്ലേ. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിനടുത്തുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തെത്തിട്ടോ. ഇവിടെ ആയിരുന്നു നമ്മുടെ സർവീസ് റോഡ് ഹൈലൈറ്റ് ഫ്ലാറ്റിൻ്റെ ആ ഒരു കോർണറിലായിട്ട് ഇടിഞ്ഞത്. അതിൻ്റെ മതിൽ മണ്ണിടിഞ്ഞ് അവരവിടെ ഒരു കോൺക്രീറ്റ് വേസ്റ്റും കല്ലുകളൊക്കെ കൂടി ഇട്ടിട്ട് അവിടെ ഒരു ടൈറ്റാക്കി വെച്ചിരുന്നു. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് അതിൻ്റെ മുകളിലൂടെയാണ് വരുന്നത്. അപ്പം നമ്മുടെ ഹൈലൈറ്റിൻ്റെ ആ ഒരു മതിലും ബൗണ്ടറിയും നമ്മുടെ ഇവിടെ ഒരു വരി പാത ഉള്ളൂ കേട്ടോ. വൈറ്റ് കാർ പോകണമല്ലേ, അവിടെ ഒരു വരി പാത ഉള്ളൂ. ഇനി 2 വരി പാത നമ്മുടെ 6 വരി പാതക്ക് തന്നെ ആയിട്ട് വേണം. നമ്മുടെ കരിപ്പാർ അതാ കട്ട് ചെയ്ത് വെച്ചാൽ അത് കറക്റ്റ് ലെവലിൽ 3 വരി പാതക്ക് അതിൻ്റെ മുകളിലൂടെ കേട്ടോ. ഇവിടെ ഒന്നും തീരെ സ്ഥലം കാണുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് അവിടെ കുറച്ച് ഉള്ളോട്ട് എടുക്കുന്നത്. നമുക്ക് ആ ഭാഗത്ത് മുകളിലൊന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടുത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ 2 വരി പാതയും പിന്നെ അതുകൂടാതെ ഒരു 6 മീറ്റർ സർവീസ് റോഡും അതൊക്കെ അവിടെ വേണം. അവിടെ ഒരു സെറ്റപ്പ് വർക്കാണ്. പൈലിങ് 2 പൈലിങ് മെഷീനൊക്കെ കണ്ടിട്ട് അവിടെ വർക്ക് എടുക്കുന്നത്. നമുക്കതിൻ്റെ ആ സൈഡിലേക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ പൈലിങ് ജോലികളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു 8 മീറ്റർ നമ്മുടെ ഇവരുടെ മുകളിൽ നിന്ന് ആ കണ്ടില്ല, ആ ബൗണ്ടറിൻ്റെ മുകളിൽ 8 മീറ്റർ ഉള്ളോട്ട് ആയിട്ടാണ് ഇവർ ഇവിടെ പൈലിങ് ചെയ്യുന്നത്. ഇത്രയും ഭാഗം ഇനി കറക്റ്റ് ഇടിച്ച് താത്താളാട്ടോ. അതിൽ കരിമ്പാറയും പെടും. 18 മീറ്റർ താഴ്ചയിലാണ് ഈ പൈലിങ് ചെയ്യുന്നത്. 18 മീറ്റർ താഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 54 ഫുട്ടിലെ ഒരു 30 ഫുട്ട് വരെ നമ്മുടെ സർവീസ് റോഡിൻ്റെ ഹൈറ്റിലേക്ക് വരും. പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു 25 ഫുട്ടോളം താഴത്തേക്ക് പൈലിങ്. ഓക്കെ, ആ പൈലിങ്ങിൻ്റെ ആ സെറ്റപ്പിൻ്റെ മുകളിലാട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ സ്ട്രോങ്
അതിൻ്റെ അടിഭാഗത്തെ സ്ട്രോങ് നിലനിർത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ബിൽഡിങ്ങിനൊരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈലിങ് ഇവിടെ ചെയ്യൽ നിർബന്ധിതരായത് കേട്ടോ. ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഒക്കെ അഭ്യർത്ഥന മാനിച്ചാവും ഇവർ ഈ ഒരു ടാസ്കിലേക്ക് എത്തിയത്. ഏതായാലും ഒപ്പിച്ചെടുക്കുന്ന ജോലികളുണ്ടല്ലോ, അതേതായാലും വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ആളുകൾ യാത്ര ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ പിന്നീടൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അത്രയ്ക്കും സ്ട്രോങ്ങിലാണ് ഈ സർവീസ് റോഡിൻ്റെ വർക്ക്, ഇവിടെ സൈഡ് വാളിൻ്റെ വർക്ക് നടക്കുന്നത്. ഇത് ഒരു നോക്കിക്കാണേണ്ട വർക്ക് തന്നെ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പൈലിങ് ഇതുവരെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പൈലിങ്ങിൻ്റെ ആ സൈഡിൽ കറക്റ്റായിട്ടാണ് ഈ വാള് വരിക. പൈലിങ് തന്നെ കറക്റ്റായിട്ടാണ് ആ വാള് വരിക. സർവീസ് റോഡിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഹൈലൈറ്റ് മാളിൻ്റെ കറക്റ്റ് വാളായിട്ട് അത് വരും. ഹൈലൈറ്റ് മാളല്ല, ഹൈലൈറ്റ് ഫ്ലാറ്റിൻ്റെ. അപ്പോൾ അതാണ് പിന്നെ അവരുടെ അതിർത്തി. ഞാൻ പറഞ്ഞില്ല, ഒരു 8 ഫൂട്ടോളം അങ്ങോട്ട് മാറിയിട്ടാണ് അവിടെ എടുത്തിരിക്കുന്നത്. പണ്ട് ഞാൻ വിചാരിച്ചതാട്ടോ, ഇത്രയും വീതിയില്ലാത്ത സ്ഥലത്ത് എങ്ങനെ സർവീസ് റോഡ് കൊള്ളിക്കുക എന്നുള്ളത്. പക്ഷെ മുകൾ ഭാഗം അവരുടെ അതിർത്തി അതായിരിക്കും. ഹൈലൈറ്റിൻ്റെ ആ മതിലിൻ്റെ ബൗണ്ടറിൻ്റെ ആ സൈഡിൽ കൂടി. ഏതായാലും 60 അടി താഴ്ചയുള്ള ഈ ഭാഗം ബാക്കിയുള്ള മണ്ണൊക്കെ എടുത്ത് മാറ്റി അവിടെ സൈഡ് വാൾ കോൺക്രീറ്റൊക്കെ ചെയ്ത് നല്ല ടാസ്ക് ആണ് കേട്ടോ. ആ 18-30 ഫൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 3 മീറ്റർ ഏറി വന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ കരിമ്പാറ കേട്ടോ. ബാക്കി ഫുള്ള് പൈലിങ് കരിമ്പാറിൻ്റെ ഉള്ളോട്ടാണ് താഴ്ത്തുന്നത് അവർ. പക്ഷേ കരിമ്പാറ സർവീസ് റോഡിൻ്റെ മുകളിൽ വരെ നിർത്താൻ പറ്റില്ല. ആ മതിലിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ, അതിൻ്റെ സ്ട്രോങ് വേണമെങ്കിൽ സർവീസ് റോഡിൻ്റെ അടിയിലേക്ക് പോകണം. അതാണ് ആ ഒരു 25 ഫൂട്ടോളം അടിയിലേക്ക് പോകുന്നത് പൈലിങ്ങിൻ്റെ പില്ലർ. അടുപ്പിച്ചിട്ടോ ഒരു 8 ഇഞ്ച് വിട്ടുകൊണ്ടാണ് ഒരു പൈലിങ് കൊടുക്കുന്നത്. അടുപ്പിച്ചിട്ട് എത്ര സ്ട്രോങ് വർക്ക്. അങ്ങനെ നമ്മുടെ സർവീസ് റോഡിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങുമ്പം ഇവിടെ കുറച്ച് ഭാഗം ഒരു ടാറിങ് വരെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് വാളിൻ്റെ വർക്ക് ഇവിടെ സർവീസ് റോഡിൻ്റെ ആറുരിപ്പാതിൻ്റെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് ഇതുവരെ ചെയ്താണ്. ഒരു 200-300 മീറ്ററോളം ഇനി ചെയ്യാനുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 250 മീറ്റർ എന്തായാലും ഉണ്ടാവും. അതും കൂടി ചെയ്ത് കറക്റ്റ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള ആ ഒരു ആറുരിപ്പാതയിൽ പോകുന്ന ഇവിടെ വൈകിട്ടായാലും നല്ല ബ്ലോക്കാട്ടോ. ഹൈലൈറ്റിലേക്ക് ഇറങ്ങുന്ന, ഹൈലൈറ്റ് മാളിലേക്ക് പോകുന്ന വാഹനങ്ങളും എല്ലാം കൂടി കുരുങ്ങി ശ്വാസം മുട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ടോളിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ടോളിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇതിൻ്റെ തൊട്ട മുമ്പത്തെ വീഡിയോ അതാണ്, നമ്മുടെ ടോളിൻ്റെ ബുദ്ധിമുട്ടുകൾ, ടോൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. ടോള് ഒഴിവാക്കിക്കൊണ്ട് പൈസ കൊടുക്കാതെ കഴിച്ചിലായി വരുന്ന ആളുകൾ, മറ്റുള്ള ഭാഗങ്ങളിലുള്ള ബ്ലോക്കുകൾ, അതൊക്കെ അതിൻ്റെ വിവരങ്ങളൊക്കെ അടങ്ങിയൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തൊന്ന് പോയി കണ്ടാളിട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്താളി, ലൈക്കും സബ്സ്ക്രൈബൊക്കെ അങ്ങോട്ട് ചെയ്താളിട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.